കൂട്ടുകാരെ, ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണേ. നമുക്കിത് വെച്ചൊരു സംഭവം ഉണ്ടാക്കാം. കുറച്ച് ദിവസമായിട്ട് ഡയറ്റ് ആയിരുന്നുകൊണ്ടേ ഭയങ്കര ക്ഷീണം. അപ്പോൾ ഇന്നൊന്ന് ബ്രേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഡയറ്റേ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് ഉപ്പിട്ടെന്നാൽ വേവിച്ചെടുക്കാം. നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞു. ഇനി അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പും ചേർക്കാം. പിന്നെ ലൂസായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും തേങ്ങാപ്പാലും നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ ഒരുമിച്ച് നമുക്കൊന്ന് ഇളക്കി സെറ്റപ്പാക്കി എടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടേ. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് വേവട്ടെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ലാസ്റ്റ് പ്രൊസീജിയറാണേ. നമ്മുടെ കട്ടിയുള്ള തേങ്ങാപ്പാലില്ലേ, അതും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ഇളക്കാം. ഇവനെ അങ്ങ് ഓഫ് ചെയ്തിട്ടേ അങ്ങ് വെക്കാം. അപ്പോഴത്തേന് ഇവനെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും. നമുക്ക് കടു ഒന്ന് പൊട്ടിച്ച് അതിനോടത്ത് ചേർക്കാം. കൂട്ടുകാരെ, നമുക്ക് കടുക് വറുത്തതും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. നമ്മുടെ പാൽ സ്വീറ്റ് പൊട്ടറ്റോയും നമ്മുടെ ചൂരക്കറിയുടെ കളർ കണ്ടോ, അടിപൊളിയല്ലേ. അതും കൂടെ നമുക്കൊന്ന് കഴിക്കാം. എങ്ങനെയുണ്ടോ നോക്കാം. ആദ്യമായിട്ട് വെക്കുമല്ലേ, ഇത് ആദ്യത്തെ പരീക്ഷണോ. അപ്പോൾ നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്കേ ഇതൊന്ന് എടുത്ത് നോക്കാം. കുറച്ച് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ മീൻകറിയും കൂടെ എടുത്തേ. നമ്മുടെ മീൻകറിയും കൂടെ ഇട്ട് 2 കഷ്ണം കൂടെ ഉണ്ട്. എനിക്ക് 2 കഷ്ണം കൂടെ വേണം. അപ്പോൾ ഞാനൊന്ന് ഇത് കഷ്ണം എടുത്തേ. പാൽക്കപ്പയും കൂടെ എടുത്ത്, പാൽക്കപ്പയല്ല, സ്വീറ്റ് പൊട്ടറ്റോ പാൽക്കപ്പ, സ്വീറ്റ് പൊട്ടറ്റോ ഇൻ കോക്കനട്ട് മിൽക്ക്. സംഭവം കൊള്ളാം കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഞാനൊന്നും കഴിയാത്തോളാം, പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പൊ കൂട്ടുകാരെ, ധൈര്യമായിട്ട് ഉണ്ടാക്കി, അടിപൊളിയാ. അപ്പൊ ഉണ്ടല്ലോ, പാൽക്കപ്പ ഇല്ല, നമ്മുടെ പാൽക്കപ്പയെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കി ഇങ്ങനെ കഴിച്ചിട്ട്. 100% നല്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാ. ട്രൈ ചെയ്ത് നോക്കിയോ, ഒരു കുഴപ്പമില്ല, സൂപ്പറാ. ഇപ്പൊ കൂട്ടുകാരെ, ഞാൻ ഡയറ്റ് എടുത്തിട്ട് ഇന്ന് 14 ദിവസം കണ്ടായി. 14 ദിവസത്തിൽ കൂടുതലായി. എൻ്റെ 4 കിലോ കുറഞ്ഞു ഇത്രയും ദിവസം കൊണ്ട്. ഞാൻ ഷുഗറും കാർബോഹൈഡ്രേറ്റ്സും കട്ട് ചെയ്തു. പക്ഷെ ഇന്ന് ഞാൻ ഇതൊന്ന് ബ്രേക്ക് ചെയ്യുമോ. ഭയങ്കര ക്ഷീണം, ഈ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാത്തതുകൊണ്ടേ ഭയങ്കര ക്ഷീണം. അപ്പം ഒരു സ്വല്പം കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്നൊരു ദിവസത്തേക്ക്. താങ്ക് യു.